സൈലം ലേണിംഗ് അമൃത മിസ് ആണ്. അപ്പൊ മക്കളെ, മിസ്സിനറിയാം എല്ലാവരും ഓണപരീക്ഷയ്ക്കുള്ള പ്രിപ്പറേഷൻസിലായിരിക്കും, എല്ലാവരും അതിന്റെ ടെൻഷനിലായിരിക്കും. മക്കളെ എല്ലാവരും എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് പ്രിപ്പയർ ചെയ്യുക, അടിപൊളിയായിട്ട് റിവൈസ് ചെയ്യുക, സെറ്റായിരിക്കുക. എന്നാലും നമ്മൾ എത്രയൊക്കെ ചെയ്താലും മിസ് കുറേ മക്കളുടെ അടുത്ത് കേട്ടിട്ടുണ്ട്, മിസ്സേ ഞാൻ എല്ലാം പഠിച്ചു പോയതാണ്, ഉറക്കമൊഴിച്ചിരുന്ന് പഠിച്ചതാണ്, കുറേ ക്വസ്റ്റ്യൻസ് ചെയ്തതാണ്, എല്ലാം പെർഫെക്റ്റ് ആയിരുന്നു, പക്ഷേ ക്വസ്റ്റ്യൻ പേപ്പർ കൈ കിട്ടിയപ്പം കംപ്ലീറ്റ് ബ്ലാങ്ക് ആയി പോയി മിസ്സേ, ഒന്നും എഴുതാൻ പറ്റിയില്ല, ക്വസ്റ്റ്യൻ വായിച്ചിട്ട് മനസ്സിലായില്ല. ഇങ്ങനത്തെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ എൻ്റെ മക്കൾ പറഞ്ഞ് മിസ് കേട്ടിട്ടുണ്ട് ഇല്ലേ? അപ്പൊ എക്സാമിന്റെ സമയത്ത് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ കിട്ടുന്ന സമയത്ത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ബ്ലാങ്ക് ഔട്ട് ആയി പോവാ. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ സംഭവിക്കുന്നത്? നിങ്ങൾ പഠിക്കായിട്ടാണോ? ഒരിക്കലും അല്ല. എൻ്റെ മക്കളെല്ലാം കറക്റ്റായിട്ട് പഠിച്ച് റിവൈസ് ചെയ്ത് സെറ്റായിട്ടാണ് എക്സാം ഹോളിലേക്ക് പോകുന്നത് എന്ന് മിസ്സിനറിയാം. പിന്നെ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ സംഭവിക്കുന്നത്? എന്തുകൊണ്ടായിരിക്കും? റെഡി? അപ്പോൾ ഇതിൽ നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ക്വസ്റ്റ്യൻ പേപ്പർ വായിച്ചിട്ട് മനസ്സിലാവാത്ത പ്രശ്നം. നമുക്കറിയാത്തൊരു സിറ്റുവേഷനിൽ നമ്മൾ പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യും? ബ്ലാങ്ക് ആയി പോവും അല്ലേ? ഒരുപാട് അറിയാത്ത ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കുന്ന സമയത്ത് നമ്മൾ ബ്ലാങ്ക് ആയി പോവും. ആക്ച്വലി ഇവിടെ നിങ്ങൾ പഠിക്കാത്ത പ്രശ്നമല്ല, ക്വസ്റ്റ്യൻ പേപ്പർ ടഫ് ആയതും അല്ല. അവിടെ എന്താ പ്രശ്നം? നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ കറക്റ്റായിട്ട് വായിക്കാത്തതാണ് പ്രശ്നം. ക്വസ്റ്റ്യൻ കറക്റ്റായി വായിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ മക്കളെ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? എക്സാം എഴുതാൻ വേണ്ടി പറ്റും. നിങ്ങൾ എക്സാം ഹാളിലേക്ക് കയറുന്നതിന് മുന്നേ എന്ത് ചെയ്യണം? നല്ല ഡീപ്പ് ബ്രീത്ത് ഒക്കെ എടുത്ത് സെറ്റാണ്, ഞാൻ എല്ലാം പഠിച്ചിട്ടുണ്ട്, എനിക്കെല്ലാം സെറ്റാണ് എന്ന് മനസ്സിൽ ഉറപ്പിച്ചിട്ട് വേണം എക്സാം ഹാളിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ ടെൻഷനോടെ വായിക്കാൻ നിൽക്കരുത്. ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? കൂളായിട്ട് ഈ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള എല്ലാ ക്വസ്റ്റ്യനും സിമ്പിളാണ്, വളരെ 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 സിമ്പിളാണ് എന്ന് വിചാരിച്ചിട്ട് വേണം ക്വസ്റ്റ്യൻ പേപ്പർ വായിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഒരിക്കലും അയ്യോ ഇത് എനിക്ക് പറ്റത്തില്ലല്ലോ എന്ന മനസ്സോടെ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ വായിക്കുന്ന സമയത്ത് ഒരു സാധനം നമുക്ക് വായിക്കാൻ പറ്റത്തില്ല, ഒന്നും നമുക്ക് വായിക്കാനും പറ്റില്ല, വായിച്ചത് മനസ്സിലാവത്തുമില്ല. ഇനി എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ വായിക്കേണ്ടത് എന്ന് മിസ് പറഞ്ഞു തരാം. ഓക്കെ, അപ്പൊ റെഡി ആണല്ലോ? അപ്പൊ ഈ എന്ത് ചെയ്യുക? ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്ന സമയത്ത് ഒരിക്കലും ടെൻഷൻ അടിച്ച് പഠിച്ച കാര്യങ്ങൾ മറന്നു കളയരുത്. നേരെ മറിച്ച് ഒരു എക്സാമ്പിൾ ഇട്ട് മിസ് കാണിച്ചു തരാം. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ എൻ്റെ മക്കൾക്ക് എക്സാമിന് വന്നു എന്ന് വിചാരിക്കാം. മിക്കവാറും ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വരും. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ മക്കൾക്ക് എക്സാമിന് വന്നു എന്ന് വിചാരിക്കാം. അപ്പൊ എന്ത് ചെയ്യുക? ക്വസ്റ്റ്യൻ ഒന്ന് മനസ്സിരുത്തി ഒരു തവണ വായിക്കാം. ഓക്കെ, ഇത് എക്സാമിന് ചെയ്യേണ്ട കാര്യമാണ്. എക്സാമിന് നമുക്ക് എന്ത് ചെയ്യണം? ഫുൾ മാർക്ക് വാങ്ങണം. അപ്പൊ നമ്മൾ പഠിച്ച കാര്യം ആയതുകൊണ്ട് തന്നെ എങ്ങനെയാ വായിക്കേണ്ടതെന്ന് പറഞ്ഞുതരാം. 1 = 1, 1 + 3 = 4, 1 + 3 + 5 = 9. അപ്പൊ തന്നെ നിങ്ങൾക്ക് കത്തി സാധനം മനസ്സിലായി. 1, 3, 5. അപ്പൊ അടുത്തത് എന്തായിരിക്കും? ക്വസ്റ്റ്യൻ മുഴുവൻ വായിക്കണം. നിങ്ങൾക്കറിയാം 1 ഇതിങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തത് 1 + 3 + 5 + 7 ആണ് എന്ന് നിങ്ങൾക്കറിയാം അല്ലേ? അതെത്രയായിരിക്കും? 16 ആണ്. നമ്മൾ പഠിച്ചതാണ് അല്ലേ? അടുത്തത് എന്തായിരിക്കണം? 1 + 3 + 5 + 7 + 9 9 25 ആണ് എന്നും നിങ്ങൾക്കറിയാം. ഇത് നിങ്ങൾ പഠിച്ചിട്ടാണല്ലോ പോകുന്നേ. അപ്പൊ നിങ്ങൾ ഒന്നാമത്തെ വായനയിൽ തന്നെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ അവിടെ അങ്ങനെ വേഗം വേഗം എഴുതി വെക്കാം. ക്വസ്റ്റ്യൻ മുഴുവൻ വായിക്കുന്നതിന് മുമ്പ് ആ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഐഡിയ ഉണ്ടാവും. അപ്പോൾ വേഗം വേഗം കുഞ്ഞതാക്കിയിട്ട് പെട്ടെന്ന് പെട്ടെന്ന് അവിടെ നിന്ന് നോട്ട് ചെയ്ത് വെക്കുക ചെറുതായിട്ട്. ഇതെന്താ? റൈറ്റ് ദ നെക്സ്റ്റ് 2 lines. നോക്കിയേ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ തന്നെ അതാണ്, റൈറ്റ് ദ നെക്സ്റ്റ് 2 lines. നമുക്കറിയാം കിട്ടി, കുട്ടി മാമ കിട്ടി മാമ 1 മാർക്ക് അവിടെ കിട്ടി. ശരിയല്ലേ? 1 മാർക്ക് അവിടെ കിട്ടി. ടെൻഷൻ ഒഴിവായോ? ടെൻഷൻ ഒഴിവായി അല്ലേ? അടുത്ത നോക്കുക. വാട്ട് ഈസ് ദ സം ഓഫ് ഓഡ് നമ്പേഴ്സ് ഇൻ ദ 6th line? അതായത് 6ാമത്തെ വരിയിലെ ഒറ്റ സംഖ്യകളുടെ ആകെ തുക എന്താണ്? 6ാമത്തെ വരിയിലെ ഇവിടെ നോക്കുക. ഇവിടെ നോക്കുന്നത് 1ാമത്തെ വരി, ഇത് 2ാമത്തെ വരി, 3ാമത്തെ വരി, 4ാമത്തെ വരി, 5ാമത്തെ വരി, 6ാമത്തെ വരി. ഇനി ആരെങ്കിലും പറഞ്ഞു തരണോ? ഇവിടെ 25 എഴുതി കഴിഞ്ഞാൽ അടുത്ത നമ്പർ ഏതാണ്? 25. 5 × 5 അല്ലേ? ഇത് 5 × 5 ആണ്. അപ്പൊ 6ാമത്തെ വരിയിൽ എന്തായിരിക്കും? 6 × 6 36. സിമ്പിൾ.
ടെൻഷൻ അടിച്ചാൽ ഇത് മറന്നു പോകത്തില്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഹൗ മെനി ഓഡ് നമ്പേഴ്സ് വിൽ ബി ദെയർ ഇൻ ദ 6th ലൈൻ? അതായത് 6ാമത്തെ വരിയിൽ എത്ര ഒറ്റ സംഖ്യകൾ ഉണ്ടാകും? എന്റെ മക്കളെ, 1ാമത്തെ വരിയിൽ ഒരൊറ്റ സംഖ്യ, 2ാമത്തെ വരിയിൽ 2 എണ്ണം, 3ാമത്തതിൽ 3 എണ്ണം, നോക്കുക, 4ാമത്തതിൽ 4 എണ്ണം, 5ാമത്തതിൽ 5 എണ്ണം, 6ാമത്തതിൽ എത്രയാടാ? 6 എണ്ണം. കേട്ടോ, ഇത്രയുള്ളൂ കാര്യം. മനസ്സ് തുറന്ന് വായിക്കുക ക്വസ്റ്റ്യൻസ്. ഒന്നുകൂടി, വിച്ച് ഓപ്ഷൻ ഈസ് നോട്ട് ഈക്വൽ ടു 4 into 9? സപ്പോസ് ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഒറ്റ വായനയിൽ മനസ്സിലായില്ല എന്ന് വിചാരിക്കുക. സംഭവിക്കും, ഒറ്റ വായനയിൽ ഇംഗ്ലീഷാണ്, നമുക്ക് പെട്ടെന്ന് കത്തിയില്ല. 2ാമതൊരു പ്രാവശ്യം കൂടെ വായിക്കുക. വായിക്കുന്ന സമയത്ത് പെന്നോ പെൻസിലോ അടിയിൽ വെച്ച് വായിക്കുക. വിച്ച് ഓപ്ഷൻ, ഇതിലേത് ഓപ്ഷൻ അല്ലേ, ഈസ് നോട്ട് ഈക്വൽ അല്ലാത്തത് ആരോട്? 4 into 9. 4 ഗുണിക്കണം 9 ഈക്വൽ അല്ലാത്തത് ആര്? താഴെ തന്നതിൽ 4 into 9 ഈക്വൽ അല്ലാത്തത് ഏതാ? 4 ഗുണിക്കും 9 ഇതിന് തുല്യമല്ലാത്ത ഓപ്ഷൻ ഏത്? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? 4 ഗുണിക്കണം 9 അല്ലെ ചോദിച്ചിരിക്കുന്നത്, 4 ഗുണിക്കണം 9 ആണ്. അപ്പൊ ഓപ്ഷൻ നോക്കുക, 2 into 2 ഉണ്ട്, 6 into 6 ഉണ്ട്, 2 into 3. അപ്പൊ അതിനൊന്നും വലുതാക്കണം എന്ന് മനസ്സിലായി. ഇവിടെ 4 into 9 അതിനൊന്നും നമുക്ക് വലുതാക്കണം അല്ലെ, 4 നമ്പേഴ്സ് ആക്കി എഴുതണം എന്ന് മനസ്സിലായി. 4നെ മിസ് 2 into 2 എന്ന് എഴുതുവാണ്. 9നെ മിസ് 3 into 3 എന്ന് എഴുതുക. ഈ ഒരു ഓപ്ഷനിലുണ്ടോ നോക്കിയേ, 2 into 2, 3 into 3 ഉണ്ട്. അതേപോലെ നോക്കിയേ, 2 into 3, 2 into 3 അതും സെയിം ആണ്. കാരണം 2 2, 2 2, 2 3, 2 3. ഇനി 2 into 3 എത്രയാണ്? 6. 2 into 3 എത്രയാണ്? 6. ഇതും ഉണ്ട്. അപ്പൊ ഇതിലില്ലാത്ത ആൾ ആരാണ്? ഓപ്ഷൻ 4. കഴിഞ്ഞു, സിമ്പിൾ. റെഡിയല്ലേ? അപ്പൊ എങ്ങനെയാ ക്വസ്റ്റ്യൻ വായിക്കേണ്ടതെന്ന് മനസ്സിലായോ? ഓരോ ക്വസ്റ്റ്യനും ആദ്യം ഒറ്റ വായന വായിക്കുക. മൊത്തം ക്വസ്റ്റ്യൻസ് ഒറ്റ വായന വായിക്കുക. ആ വായനയിൽ തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന സാധനങ്ങളൊക്കെ എന്ത് ചെയ്യുക? കടുകുമണി പോലെ ഒരു പോയിന്റ് ആയിട്ട് പെട്ടെന്ന് അവിടെ നോട്ട് ചെയ്ത് വെക്കുക. ചിലപ്പോൾ അത് തന്നെയായിരിക്കും ആൻസർ. റെഡി? ഓരോ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ആ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ പെട്ടെന്ന് എഴുതി വെക്കുക. അതാ ഇത് നമ്മൾ ചെയ്തില്ലേ, അതേപോലെ എഴുതി വെക്കുക. ചിലപ്പോൾ അത് തന്നെയായിരിക്കും ആൻസർ. അപ്പൊ നമുക്ക് ഭയങ്കര റിലാക്സേഷൻ ഫീൽ ചെയ്യും. അടിപൊളിയായിട്ട് ബാക്കി ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല, അത് കഴിഞ്ഞ് നമുക്ക് പേപ്പർ കിട്ടുമ്പോൾ എന്തായിരിക്കും? നല്ല മാർക്കും നമുക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പൊ എന്ത് ചെയ്യുക മക്കൾ, എക്സാമിന് ഇതേപോലെ ഒന്ന് ക്വസ്റ്റ്യൻ പേപ്പർ വായിച്ചു നോക്കുക. അടിപൊളിയായിട്ട് എക്സാം എഴുതി കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക? മാർക്ക് എത്രയെന്നൊക്കെ പറയണം കേട്ടോ. അടുത്ത ലൈവിൽ വരുന്ന സമയത്ത് എത്ര മാർക്ക് കിട്ടി, എങ്ങനെയുണ്ടായിരുന്നു എക്സാം എന്നൊക്കെ മക്കൾ പറയണം. So thank you students, thank you so much. Have a great day. Bye everyone.